പുലർച്ചയ്ക്ക് ഗണപതി ഹോമം നമ്മളതായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളായിരുന്നു. 6 മണി to 7 മണി വരെ നമ്മൾ ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം നമുക്ക് 4 മണിക്ക് 51 കുടുംബം കൂടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ആദ്യത്തെ പേര് നറുക്കിൽ വരുമ്പോൾ അയാൾക്കായിരിക്കും വീട് നമ്പർ 1 കൊടുക്കുക. ആരായിരുന്നാൽ ദുരന്തം മനുഷ്യരെല്ലാവരും ഒരുമിച്ച് അനുഭവിച്ചവരാ. ഇതിൽ യാതൊരു സ്വജനപക്ഷപാതമോ യാതൊരു പ്രത്യേകതയോ ലീഗുകാരനാണോ മുസ്ലിമാണോ CPM ആണോ എന്നൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. നിസാർ അഹമ്മദ് സൺ ഓഫ് അലി, ദേവികി വൈഫ് ഓഫ് ബാലൻ. അവനാരും പെരപ്പണിക്ക് എങ്ങനെ പോയിട്ടില്ല, അവനാരും മക്കളുണ്ടാക്കാൻ പോയിട്ടില്ല. ഇങ്ങക്ക് വേണ്ടി നല്ല ഇതാകണം. സാധാരണ വീടുണ്ടാക്കാൻ മതി, അതല്ല, നല്ല കെട്ടിനും മട്ടിനും ഒക്കെ ഉള്ള നല്ല വീടാണ്. എനിക്ക് സങ്കടവും വേണ്ടി എന്താണ് പറയേണ്ടത് എനിക്ക് എന്നെ അറിയുന്നില്ല. വലിയ ഉപകാരമാണ്. ഞങ്ങൾ ഒരിക്കലും ഇനി ഇങ്ങനത്തെ ഒരു വീട് വെക്കിനെ എനിക്ക് പ്രതീക്ഷയില്ല. സ്വപ്ന ഭവനം തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം അതിനെ കുറിച്ച്. സ്വർഗം ഇതിനു വേണ്ടി മുന്നിറങ്ങി വിൽക്കുക. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. സങ്കടം വന്നു എന്തായാലും ഉണ്ടാകുകയല്ലോ നമുക്കൊരു വിഷമം. പക്ഷെ എന്ത് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ വീട്ടിൽ ഈ ഗ്രാമത്തിന് സമാധാനം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവണം. ഇങ്ങനെ ഒരു വീട് കെട്ടിയതിനും ഇവിടെ വന്നിട്ട് താമസമാക്കിയതിലാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളത്. ജീവിതത്തിൽ ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് കെട്ടി താമസിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് ഈ വീട് തന്നെയാണല്ലോ ജീവിതാവസാനം വരെ ഉണ്ടാവേണ്ടത്. ആ ദിവസം സമാഗതമായിരിക്കാണ് ഒരു സ്വർഗം പോലെ. നമുക്ക് നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി കിട്ടിയതുപോലെയാണ് തോന്നുന്നത്. എല്ലാവരോടും നമുക്കിതിന് വേണ്ടി പ്രാവശ്യം തങ്ങളോട് പ്രത്യേകം ഓരോ കണ്ണിങ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഒരു മാസത്തിൽ നമുക്ക് ഒന്നും എവിടെയും പോകണ്ട, അത്ര സാധനങ്ങൾ അതിലുണ്ട്. ഭക്ഷണമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും 51 വീട്ടുകാർക്കും. പിന്നെ നമ്മളെ സഹായിച്ച വീട് തന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് തങ്ങളോട്. ബാക്കിയുള്ളവർക്കും കൂടി വേഗം വീടാകാൻ പ്രാർത്ഥിക്കും.